ക്ലവർ കാർല. ഇറ്റലിയിലെ പാലെർമോ എന്ന സിറ്റിയിൽ പാവപ്പെട്ട ഒരു കർഷകനും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമതിയായ മകൾ കാർലയും താമസിച്ചിരുന്നു. കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ ധാന്യങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്ത് അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് ഉപജീവനമാർഗം നടത്തിയിരുന്നത്. മകളായ കാർല കൃഷിജോലികളിൽ അദ്ദേഹത്തെ സഹായിക്കാറുമുണ്ടായിരുന്നു. ഒരു ദിവസം തൻ്റെ കൃഷിയിടത്തിലെ ധാന്യങ്ങളും പച്ചക്കറികളും തൻ്റെ കുതിരവണ്ടിയിൽ നിറച്ചതിനു ശേഷം കർഷകൻ ചന്തയിലേക്ക് പുറപ്പെടാനൊരുങ്ങി. ഈ സമയത്ത് അദ്ദേഹം മകളായ കാർലയോട് പറയുന്നു, "വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ പൈസയുമായി തിരിച്ചെത്തും. നീ എനിക്ക് ഗുഡ് ലക്ക് നേരൂ." കാർല അദ്ദേഹത്തിന് ഗുഡ് ലക്ക് ആശംസിച്ചു. അതിനുശേഷം അദ്ദേഹത്തോട് എത്രയും വേഗം തിരിച്ചെത്തണമെന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ചന്തയിലെത്തുന്നു. ചന്തയിലെത്തിയ കർഷകൻ ഒരു വ്യാപാരിയെ പരിചയപ്പെട്ടു. വ്യാപാരി അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ എടുത്തു നോക്കിയതിനു ശേഷം "എത്ര രൂപയാണ് എല്ലാത്തിനും കൂടി? ഹൗ മച്ച് ഫോർ എവരിത്തിങ്?" എന്ന് ചോദിക്കുന്നു. കർഷകൻ പറയുന്നു, "എല്ലാത്തിനും കൂടി 20 കോപ്പർ പീസസ് ആണ്." അങ്ങനെ ആ കച്ചവടക്കാരൻ 20 കോപ്പർ പീസസ് കർഷകന് നൽകുകയും കുതിരയും കുതിരവണ്ടിയുമായി പോകാനൊരുങ്ങുകയും ചെയ്യുന്നു. ഇത് കണ്ട കർഷകൻ തടയുന്നു. അപ്പോൾ കച്ചവടക്കാരൻ പറയുന്നു, "ഡീൽ ഈസ് എ ഡീൽ." കച്ചവടം എന്ന് പറയുന്നത് കച്ചവടമാണ്. നിങ്ങൾ എന്നോട് പറഞ്ഞത് എല്ലാത്തിനും കൂടി 20 കോപ്പർ പീസസ് എന്നാണ്. എല്ലാ എന്നതിൽ ഈ കുതിരയും കുതിരവണ്ടിയും ഉൾപ്പെടും. പ്രതിരോധിക്കാനൊരുങ്ങിയ കർഷകനെ അദ്ദേഹം ഈ വാക്കുകൾ കൊണ്ട് തടഞ്ഞു. "ഇനിയും നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള കോടതിയെ സമീപിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അടുത്തുള്ള കോടതിയിൽ എത്തുന്നു. അവിടെ എത്തുമ്പോൾ ജഡ്ജ് ചോദിക്കുന്നു, "നിങ്ങൾ എല്ലാം വിൽക്കാം, എല്ലാത്തിനും കൂടി എന്ന് സമ്മതിച്ചതല്ലേ?" കർഷകൻ പറയുന്നു, "അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു." അപ്പോൾ ജഡ്ജും അതുതന്നെ പറയുന്നു, "ഡീൽ ഈസ് എ ഡീൽ." കച്ചവടം എന്ന് പറയുന്നത് കച്ചവടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാത്തിനും എന്ന് പറഞ്ഞതിൽ കുതിരയും കുതിരവണ്ടിയും ഒക്കെ ഉൾപ്പെടും. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിനുള്ളതാണ് എന്ന് പറയുന്നു. നിരാശനായ കർഷകൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. കാർലയോട് അദ്ദേഹം ഈ കാര്യമെല്ലാം വിശദീകരിച്ച് പറയുന്നു. അപ്പോൾ കാർല അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നു. "ഞാൻ പോയി നാളെ ആ കച്ചവടക്കാരനെ കണ്ടു നോക്കാം." അങ്ങനെ പിറ്റേ ദിവസം തൻ്റെ വണ്ടിയിൽ പച്ചക്കറികൾ കയറ്റി കാർല ചന്തയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി ആ കച്ചവടക്കാരനെ തന്നെ കാർലയും കണ്ടുപിടിക്കുന്നു. കാർലയോടും അദ്ദേഹം ഇതേ ചോദ്യം ചോദിച്ചു, "ഹൗ മച്ച് ഫോർ എവരിത്തിങ്?" എല്ലാത്തിനും കൂടി എത്ര രൂപയാണ്? എന്നാൽ ഉത്തരത്തിന് പകരം കാർല മറ്റൊരു ചോദ്യമാണ് തിരിച്ചു ചോദിച്ചത്. "ഹൗ മച്ച് വിൽ യു ഗീവ് മീ?" നിങ്ങൾ എനിക്ക് എത്ര തിരിച്ചു തരും? കച്ചവടക്കാരൻ പറയുന്നു, "ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. എങ്കിലും ഞാൻ എൻ്റെ കയ്യിലുള്ളത് തരാം." കാർല വീണ്ടും ചോദിക്കുന്നു, "നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം എനിക്ക് തരുമോ? എവരിത്തിങ് ഇൻ യുവർ ഹാൻഡ്." അങ്ങനെ കച്ചവടക്കാരൻ അത് ഉറപ്പിച്ചു. കാർല ആ സാധനങ്ങൾ അദ്ദേഹത്തിന് കൈമാറി. അതിനുശേഷം ആ കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുള്ള 3 കോപ്പർ പീസസ് 3 കോപ്പർ പീസസ് കാർലയ്ക്ക് കൈമാറുന്നു. എന്നാൽ കാർല വീണ്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള 3 മനോഹരമായ മോതിരങ്ങൾ കൂടി ആവശ്യപ്പെടുന്നു. കച്ചവടക്കാരൻ അതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ കാർല പറയുന്നു, "നിങ്ങൾ പറഞ്ഞതാണ് എൻ്റെ കയ്യിലുള്ള എല്ലാം തരാം എന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ 3 മനോഹരമായ മോതിരങ്ങൾ കിട്ടിയേ തീരൂ" എന്ന് കാർല നിർബന്ധം പിടിക്കുന്നു. അപ്പോൾ കാർല ചോദിക്കുന്നു, "നിങ്ങൾ എവരിത്തിങ് എന്ന വാക്ക് ഉപയോഗിച്ചില്ലേ? എല്ലാത്തിനും കൂടി എന്ന്, എല്ലാം എൻ്റെ കയ്യിലുള്ള എല്ലാം തരാമെന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ? അതുപോലെ തന്നെ കച്ചവടം എന്ന് പറയുന്നത് കച്ചവടമാണ്. ഇതുതന്നെയല്ലേ നിങ്ങൾ ഇന്നലെ എൻ്റെ അച്ഛനോടും ചെയ്തത്?" എന്ന് ചോദിക്കുന്നു. വിഷമത്തോടെ ആ കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുള്ള 3 മോതിരങ്ങൾ ഊരി കാർലയെ ഏൽപ്പിക്കുന്നു. കുറ്റബോധം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നു. ഇത് കണ്ട കാർല ആ മോതിരങ്ങൾ തിരിച്ചു നൽകി. എന്നിട്ട് കച്ചവടക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, "എനിക്കൊരിക്കലും മറ്റൊരാളെ ചതിക്കാൻ കഴിയില്ല. മറ്റൊരാളെയും ഉപദ്രവിക്കരുത് എന്നാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ ഈ മോതിരങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നെ നൽകുന്നു." ആ കച്ചവടക്കാരൻ കാർലയെ നോക്കി അമ്പരപ്പോടെ നിൽക്കുന്നു.